ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. പക്ഷേ കേരളം മുന്നോട്ട് വയ്ക്കുന്ന മോഡൽ CPM ഈ പറയുന്ന കേരള സ്റ്റോറി അടക്കം പുറത്തേക്ക് വന്നപ്പോൾ വിവാദമായപ്പോൾ പറഞ്ഞ കാര്യം അത് മറ്റൊരു തരത്തിൽ കേരളത്തിലെ യാഥാർത്ഥ്യമാവുകയാണ്. അല്ല, കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ സാധാരണ രീതിയിൽ തന്നെ ആരും ശ്രദ്ധിക്കാതെ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വിവിധ ജാതി മതവിഭാഗങ്ങൾ തമ്മിൽ പരസ്പരം വിവാഹവും ജീവിതവും ഒക്കെയുണ്ട്. അതിന് യാതൊരു തടസ്സവും കേരളത്തിലില്ല. തടസ്സപ്പെടുത്തുന്നവരെയാണ് യഥാർത്ഥത്തിൽ കേരളം ഒറ്റപ്പെടുത്തുന്നത്. ഇവിടെ മഹാരാഷ്ട്രക്കാരനായ ഒരു ചെറുപ്പക്കാരൻ മധ്യപ്രദേശുകാരിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരിയും പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തത് കേരളത്തെയാണ്. അതിലും പ്രത്യേകത ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ്, ശിവക്ഷേത്രത്തിൽ വെച്ചാണ് അവർ ഈ വിവാഹം നടത്തുന്നത് എന്നുള്ളതാണ്. അതിന് എല്ലാവിധ പിന്തുണയും നാട് ഒന്നടങ്കം, ഈ പ്രദേശം ഒന്നടങ്കം അവരോടൊപ്പം നിൽക്കുകയാണ്. ആ വിവരം അറിഞ്ഞപ്പോഴാണ് ഞങ്ങളിവിടെ വരാനും അവരെ കാണാനും തയ്യാറായത്. എല്ലാവിധ ആശംസകളും അവർക്ക് നേരുകയാണ്. കേരളത്തിന്റെ ശരിയായ സാംസ്കാരിക പൈതൃകം ഇതാണ്. ആ പൈതൃകത്തെ വെല്ലുവിളിക്കാനും തകർക്കാനുമാണ് ചിലർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ജനങ്ങൾ തന്നെയാണ് പ്രതിരോധിച്ച് ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ പാരമ്പര്യം ഇനിയും നമുക്ക് തുടർന്നു പോകാൻ സാധിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.